ദിവസം മുമ്പ് ഉണ്ടായ ലേഡി ബനീഷ, അവരും ബെൻസറും എല്ലാവരും ഉണ്ടായി. ഈ രണ്ട് ഗേൾസും ഇവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ രണ്ടുപേരും മരിച്ചു. രണ്ടുപേർക്കും സൂയിസൈഡ് എന്നാണ് പേര് വരുന്നത്. ഒരാൾ 2022 മരിച്ചു, ഒരാൾ സൗദിയില് 2024 മരിച്ചു. സോ സൗദിയിൽ എങ്ങനെ ബനീഷ പോയി? ബനീഷയ്ക്ക് റിഫയെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. അത് ബെൻസറിന് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് എ റീസൺ റിഫ മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബനീഷയെ ദുബായിന്ന് സൗദിയിലോട്ട് മാറ്റി. ഇപ്പം അടുത്ത് കേൾക്കുന്നത് ബനീഷ ഇസ് സൂയിസൈഡ് ഫ്രം സൗദി. അപ്പൊ ഈ ഗേൾസ് ഒക്കെ സൂയിസൈഡ് എന്ന് പറയുന്നത് സൂയിസൈഡ് തന്നെയാണോ? ബനീഷിനെയും കൊന്നതാവണം എന്ന്. കാരണം റിഫനെ കൊന്നതാണെന്നുള്ളത് പ്രൂഫ് റിഫ തന്നെ വന്ന് കാണിച്ചെന്നു. ബനീഷിന്റെ സോൾ എന്റെ അടുത്ത് വന്നിട്ടില്ല. സോ എനിക്ക് ബനീഷിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഗേൾസിനോടും പറയുവാണ്, ഏതൊക്കെ ഗേൾസ് ഇപ്പം അവന്റെ ചൂടുള്ള തള്ളലിന്റെ ചൂടുള്ള ചായ എന്ന് പറയുമ്പോഴേട്ട് ഇത് ഏതാ ഈ പെണ്ണുമുള്ള ഈ റിഫ 2022 അത് കൊന്നതാണോ മരിച്ചതാണോ അതെനിക്കറിയില്ല. അത് തൂങ്ങി മരിച്ചതാണെന്നും പറയുന്നുണ്ട്. അത് മേനാസു കൂട്ടർ കൊന്നതാണെന്നും പറയുന്നത് നേരെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഈ പെണ്ണുമ്പിള്ള പറയുന്നത് റിഫ കാണിച്ചു കൊടുത്തത് 2022 മരിച്ച റിഫ ഇപ്പോഴവൾക്ക് സ്വപ്നത്തിന് വേണ്ടി കാണിച്ചു കൊടുത്തത്. എന്താ ഇത്? എന്ത് സിനിമയാണ് ഈ പെണ്ണുമ്പിള്ളക്ക്? എന്ത് പ്രാന്ത്! ബനീഷിനെയും കൂടി കൊന്നു. ബനീഷ് അവിടെ സൗദിയിലുണ്ട്. ബനീഷിന്റെ ഒരു വർത്തമാനം കൂടി കേട്ടോളി. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ബനീഷ പാത്തൂസാണ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, പാത്തു ഈ മരിച്ചു ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ടൈം വരെ ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് മരിക്കാൻ ഒരു താല്പര്യമില്ല. പഠിച്ചോ തന്ന ഒരു കേട്ടല്ലോ, ബനീഷിന്റെ വർത്താനം കൂടി കേട്ടല്ലേ? സംഭവം പോലത്തെ കൊണ്ടല്ലേ ഈ ബെൻസർ പാവം. ആ സമയത്തൊക്കെ ബെൻസർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ഈ കേരളത്തെ മൊത്തം ഈ പോലീസുകാരെ അതല്ലാത്ത ദുബായ് പോലീസ് ബില്ല് കറക്ഷൻ ഒന്നുമില്ല. അവന് മുമ്പ് ജോലിക്കുണ്ടാകും. ഇപ്പൊ ഇവന്റ് ഒക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആക്റ്റീവായിട്ട് മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെ വർഷങ്ങളായി തരുന്നത്. ഈ സെലിബ്രിറ്റി ആദ്യം മുമ്പ് തന്നെ ഈ ബെൻസറിനെ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഇങ്ങനത്തെ ഒരു പാവൊന്നും അവൻ ചെയ്യാൻ പോകുന്നില്ല. അവനായി, അവന്റെ വാടായി, അവന്റെ കുടുംബമായി, പിന്നെ ഇവന്റും പറ്റി കുറച്ച് സോഷ്യൽ മീഡിയ എല്ലാം ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള എനിക്ക് നന്നായിട്ടുള്ള അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ ടിക്ടോക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ടും അങ്ങനത്തെ രീതിക്കൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവൻ. ഇപ്പം പറയുമ്പോഴത്തേക്ക് സെലിബ്രിറ്റി ആയ ശേഷം അവൻ ഇവന്റ് വരുമായിട്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. ഈ ഇവന്റിൽ ഈ ആ സമയത്തൊക്കെ ഈ ബെൻസറിന് ഈ പെൺകൊച്ചിനെ അറിയാൻ പോലില്ല. ചിലപ്പോൾ ജാസ്തിയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ജാസ്തിൻ്റെ ഒക്കെ കുറെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടായ ഒരു വ്യക്തിയാണ്. ഈ റിഫ എന്നൊരു പെൺകൊച്ചി ദുബായിൽ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. നാട്ടിലുള്ളൊരു ഈ ബ്ലോഗർ ആയിരുന്നു. അത് ഭയങ്കര വൈറൽ ബ്ലോഗർ അല്ല. പിന്നെ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? മരണത്തിന് ശേഷം. പിന്നെ പറയുന്നത് കുറെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ കുറെ സ്ത്രീകൾക്കൊക്കെ അറിയായിരുന്നു, ഇല്ലെന്ന് പറയില്ല. എന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു ബെൻസർ ഇട്ടിട്ടുണ്ടല്ലേ, ഇതിന്റെ കൊടുക്കുന്ന വലിയ കാര്യമുണ്ട്. ഈ പെണ്ണുമ്പോൾ ചിലപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു മാനസിക എന്തോ രോഗം ഉണ്ടാവും. അല്ല വൈറലാവാൻ തള്ളിയാണല്ലോ വൈറലാവും സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടായിരിക്കും. അപ്പൊ മോളെ ബാക്കിയുള്ള ജീവിതം വെച്ച് കളിച്ചേക്കല്ലേട്ടാ. ഈ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ചിലപ്പോൾ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് തിരിയേണ്ട മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ തള്ളുന്നതിനാ. അതല്ല ആരെങ്കിലും ഈ കാര്യത്തിൽ ചെന്ന് ബഹിരാകാശത്തേക്ക് ആൾക്കാർ പോകുന്ന സമയം. എന്നിട്ട് ഈ തള്ളലല്ല ആർക്ക് വേണ്ടി വെക്കുന്നത്? എന്തിനു വേണ്ടി? ഏതിനു വേണ്ടി? എന്താ പറയാ? നിങ്ങൾക്ക് എന്തിന്റെ ചെയ്യാനൊന്നും അറിയില്ല. അത് നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നീ വൈറലാവുന്നേക്കോ ഇങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് സ്വപ്നം കാണിച്ചു, എന്തൊക്കെ വെറുതെ പറഞ്ഞു നിൽക്കുന്നത്. എന്തിന്റെ കേടാ? നിനക്ക് ഭർത്താക്കന്മാരും ഇല്ല? അല്ല ഭർത്താക്കന്മാരല്ല, ഭർത്താവ് എന്തില്ല? ഒന്ന് മിണ്ടാണ്ടിരുന്നൂടെ? ആൾക്കാർ പറ്റി വെറുതെ നടന്നിരിക്കില്ലട്ടാ. അത് നല്ലതാണ് വെക്കുന്നത്. പിന്നെ പറയുന്നത് ഈ ബെൻസറിനെ കൂടെ ഇവരെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടെങ്കിൽ ബെൻസറിനെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അവൻ നല്ല നിലയ്ക്ക് നടക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെ ഒരുപാട് അറിയുന്ന ഒരു സുഹൃത്താണ് എൻ്റെ. എന്നാ ഓക്കെ, നന്ദി, നമസ്കാരം.